ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ ഏഞ്ചൽ തോമസ്, കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മാസ്ലിവ മെഡിസിറ്റി പാർലെ. പരീക്ഷ അടുത്തു വരുന്ന കാലമാണ്. വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടും നമ്മളെ തേടിയെത്തിയിരിക്കുന്ന ഒരു കാലം. എല്ലാവരും ടെൻഷനും സ്ട്രെസ്സും വരാൻ പോകുന്ന എക്സാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടിനെക്കുറിച്ചും ഒക്കെ ഇപ്പോഴേ ആകുലപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരാണ് എൻ്റെ മുമ്പിലുള്ളവർ. എങ്ങനെ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഫേസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷക്കാലമാവുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കും. ആകാംക്ഷയോടെ മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഗ്രൂപ്പായിട്ടുള്ള സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരവരുടെ പഠന രീതിയിൽ ചിലപ്പോൾ ഫോക്കസ്ഡ് ആകാൻ പറ്റാതെ പോകാറുണ്ട്. റൂമിലുള്ള ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് നടന്ന് പഠിക്കുന്നതാണ് ശീലം. പക്ഷേ മറ്റൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരിടത്ത് ഇരുന്ന് ഒട്ടും ശബ്ദമോ മറ്റ് തടസ്സങ്ങളോ ഒന്നും ഇല്ലാതെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ച് തൻ്റെ റൂമിൽ വേറൊരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡിൽ നടന്ന് പഠിക്കുന്നത് കാണുമ്പം നമുക്കുള്ളിൽ നിന്ന് എന്തോ ഒരു ആധിയ. ആ ഒരു ആധി വന്നു കഴിയുമ്പം അവനവനിരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത. ഇതൊക്കെയാണ് പരീക്ഷയോടനുബന്ധിച്ചിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ചില എക്സാമ്പിൾസ്. സ്ട്രെസ്സ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ സ്ട്രെസ് ആവശ്യമാണ്. ഒരു ഒപ്റ്റിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് എപ്പോഴും മനുഷ്യൻ്റെ പെർഫോമൻസിന് അത്യാവശ്യമാണ്. സ്ട്രെസ്സ് കുറഞ്ഞാലും പ്രശ്നമാണ്, സ്ട്രെസ്സ് കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ പറയാറില്ലേ, അമിതമായാൽ അമൃതും വിഷമാണ്. ഇപ്പം ചിലരെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തിനാ പരീക്ഷ? പരീക്ഷ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ എന്തോരം പഠിച്ചു, എത്രത്തോളം പഠിച്ചു എന്നുള്ളതിനെ വിലയിരുത്താനും ഒക്കെ പറ്റുകയുള്ളൂ. പരീക്ഷകൾ പലപ്പോഴും നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തരുന്നുണ്ടെങ്കിലും ആ പരീക്ഷകളാണ് നമ്മളെ കൂടുതൽ അറിവിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാൽ പരീക്ഷ 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 എന്ന ചിന്തയോടുകൂടി പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് എത്ര മാർക്ക് കിട്ടും, കിട്ടിയില്ലേ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ പരീക്ഷ അഭിമുഖീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. എക്സസീവായിട്ടുള്ള സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. നമ്മുടെ ശ്രദ്ധ അതിൻ്റെ അകത്തുനിന്ന് മാറുന്നു. പഠിച്ചതിലേക്കായിരിക്കില്ല നമ്മൾ ശ്രദ്ധിക്കുക, പകരം മാർക്കോ അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ആൻസൈറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെർഫോമൻസ് വളരെ മോശമായിട്ട് പോകുന്നു. സ്ട്രെസ് ഇല്ലാത്ത ഒരു സാഹചര്യം, വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതും പെർഫോമൻസിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആവശ്യത്തിന് സ്ട്രെസ് വേണം, അമിതമാകാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് സ്ട്രെസ് വേണം എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ധരിക്കുന്നുണ്ടാവും, എന്താണ് ഈ ആവശ്യത്തിനുള്ള സ്ട്രെസ്? നമുക്ക് പരീക്ഷയൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു മോട്ടിവേഷനോ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയ സ്ട്രെസ് ഉണ്ട്, പക്ഷേ അമിതമായിട്ടുള്ള സ്ട്രെസ് അല്ല താനും, അല്ലെങ്കിൽ മാർക്ക് എത്രയാകും എന്നുള്ള ആങ്സൈറ്റിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്കൊരു പരീക്ഷയുണ്ട്, എത്രത്തോളം അറിവ് നേടി എന്ന് അറിയാനുള്ള ഒരു സംവിധാനം. ആ ഒരു സംവിധാനം എപ്പോഴും നമ്മളെ ഒരു സിസ്റ്റമാറ്റിക് ആകാൻ സഹായിക്കുന്ന ഒന്നാണ്. അത്തരമൊരു സ്ട്രെസ്സാണ് ഞാൻ ആവശ്യത്തിന് സ്ട്രെസ് വേണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാകാം നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്നത്? അടുത്തു വരുന്ന പരീക്ഷാ തീയതി നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കാറുണ്ട്. ഫാമിലി എന്നുള്ള പ്രഷർ നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കാറുണ്ട്. ഫാമിലി ചിലപ്പം നമ്മളെ മറ്റ് അവരുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മക്കളുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്തിട്ട് അവനെപ്പോലെ അല്ലെങ്കിൽ അവളെപ്പോലെ ആകണം എന്ന ഒരു നിബന്ധനയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം, അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര മാർക്ക് കൂടുതലുണ്ടെങ്കിലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഈ വർഷം പഠിക്കാൻ വിടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകൾ മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്നതാണ്. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്. ഇപ്പോൾ 720 നമ്മുടെ മാർക്ക് എങ്കിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങും, അല്ലെങ്കിൽ 700 മുകളിൽ മാർക്ക് വാങ്ങും എന്ന് തുടങ്ങിയ ചില എക്സ്പെക്റ്റേഷൻസ്. ചിലരെ സംബന്ധിച്ച് അത് റിയലിസ്റ്റിക് ആയിരിക്കും, വേറെ ചിലരെ സംബന്ധിച്ച് അത് അൺറിയലിസ്റ്റിക് ആയിരിക്കും.
അത്തരം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ പ്രതികൂലമായിട്ടേ ബാധിക്കൂ. അത് നമ്മളെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കും. പല കുട്ടികളും പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ഇപ്രാവശ്യം തോറ്റുപോകും, എത്രയൊക്കെ ശ്രമിച്ചാലും രക്ഷപ്പെടില്ല, എനിക്ക് കട്ട് ഓഫ് മാർക്കിൽ എത്താൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ ഒരു മുൻവിധി കരുതുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരു മുൻവിധിയോടെ ഒരിക്കലും നിങ്ങൾ ഒരു പരീക്ഷയെയും അഭിമുഖീകരിക്കാൻ പാടില്ല. മുൻവിധികൾ നമ്മളെ എപ്പോഴും പ്രതിസന്ധിയിൽ ഉള്ളൂ. മുൻവിധിയില്ലാതെ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എൻ്റെ അറിവ് നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയം നമുക്കുണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മം ചെയ്യുക, ഫലം ആഗ്രഹിക്കാതിരിക്കുക എന്ന് വെച്ച് കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ കർമ്മം പഠിക്കുക എന്നുള്ളതാണ്. ഫലം എന്തുമായിക്കോട്ടെ, എനിക്ക് 720 കിട്ടണം എന്നുള്ള ഫലത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട, മറിച്ച് അറിവ് വർദ്ധിക്കണം, എനിക്ക് അറിവ് നേടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ നിങ്ങൾ പഠിക്കുക. പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. റിസൾട്ട് നമ്മുടെ കൂടെ തന്നെ വന്നുകൊള്ളും. റിസൾട്ടിനെ ഓർത്ത് ഇപ്പോഴേ നമ്മൾ ആധി പിടിക്കാതെ അവനവൻ്റെ കർമ്മം പഠനത്തിൽ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന മറ്റൊന്ന് നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളാണ്. വളരെ സമാധാനപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം ഒരുപക്ഷെ കുറേ പേർക്കെങ്കിലും ഉണ്ടാവും. എന്നാൽ സമാധാനപരമല്ലാത്ത കുടുംബാന്തരീക്ഷമുള്ള കൂട്ടുകാരും ഇതിൻ്റെ ഇടയിലുണ്ടാവും. മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം, സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുള്ളവർ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയം അല്ല ഈ ഒരു കാലഘട്ടം. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതിനെക്കുറിച്ച് ആകുലപ്പെടാനോ ഒന്നും ഈ ഒരു സമയം വിനിയോഗിക്കരുത്. നിങ്ങളുടെ പഠനത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വന്നു ചേർന്നുകൊള്ളും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഈ ഒരു സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ടത്. പല കുട്ടികൾക്കും തങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് അറിയാറില്ല, അല്ലെ മനസ്സിലാകാറില്ല. പലരെ സംബന്ധിച്ചും അവർ പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് തലയ്ക്ക് വലിയ ഭാരം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നെഞ്ചത്തെന്തോ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ, എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നു, ഭയങ്കര ചോക്കിങ് സെൻസേഷൻസ് ആണ്. വേറെ ചിലർ ഭയങ്കരമായ കഴുത്ത് വേദന, ഷോൾഡറിന് പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള വേദനകൾ പറയാറുണ്ട്. ലോ ബാക്ക് ഏക്ക് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഫിസിക്കൽ പെയിൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇൽനെസ് ആയിട്ട് അല്ലെങ്കിൽ രോഗാവസ്ഥകൾ അതിനനുസരിച്ചിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് സ്ട്രെസ് കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. മറ്റു ചിലരെ സംബന്ധിച്ച് അടിക്കടിക്ക് മോഷൻ പോവുക അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഫിസിക്കൽ സിംറ്റംസ് ആണ്. മറ്റ് രോഗങ്ങൾ കൊണ്ട് ഇങ്ങനെ സിംറ്റംസ് ഉണ്ടാകാമെങ്കിലും ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ട്രെസ്ഡ് ആകുമ്പോൾ ഉള്ള ഫിസിക്കൽ സിംറ്റംസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർക്ക് ഈ ഫിസിക്കൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. മറിച്ച് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ദേഷ്യം, ഇറിറ്റബിലിറ്റി, ഉറങ്ങാൻ പറ്റാതെ പോവുക, ചിലരെ സംബന്ധിച്ച് അമിതമായിട്ട് ഉറങ്ങുക, ചിലർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും, വേറെ ചിലർക്ക് എന്തോരം കഴിച്ചാലും മതി വരില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം, ചില കുട്ടികളെ സംബന്ധിച്ച് വളരെ ക്ഷീണം അനുഭവപ്പെടുക, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഒരിടത്തിരിക്കുമ്പോൾ തോന്നും അപ്പുറത്തോട്ട് പോകണം എന്ന് തോന്നും, അവിടെ ചെല്ലുമ്പം അതും കംഫർട്ടബിൾ അല്ല, ഇങ്ങനെ ഒരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ. വേറെ ചിലർക്ക് എന്താണെന്നറിയില്ല, അപ്പടി കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു, കരയണം എന്നുണ്ട് പക്ഷെ കരയാൻ പറ്റുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്ന വേറെ ചിലരുമുണ്ട്. ഇതൊക്കെ സ്ട്രെസ്സ് വരുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ചില കുട്ടികളെ സംബന്ധിച്ച് ഒരു പരീക്ഷയ്ക്ക് എൻ്റെ മാർക്ക് മാത്രമല്ല ഞാൻ പലപ്പോഴും നോക്കാറ്, എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് എത്രയുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് എത്രയുണ്ട് എന്നൊക്കെ ഒത്തിരി അന്വേഷണത്വരെയുള്ള കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്, ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ അത് ടെൻഷനാകും. ആർക്കും ആരെയും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ വ്യക്തിയും യുണീക്കാണ്. അപ്പം അവരെ പോലെ തന്നെയല്ല മറ്റേയാൾ. അപ്പം നമ്മുടെ സാഹചര്യങ്ങളായിരിക്കില്ല അവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളായിരിക്കില്ല മറ്റു കുട്ടികൾക്കുള്ള കഴിവുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ള കുട്ടികളെ വെച്ചും അവരുടെ പെർഫോമൻസ് വെച്ചും കമ്പയർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഒട്ടും നല്ലതല്ല. അതുപോലെ പരീക്ഷാ സമയത്ത് പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന മറ്റൊന്നാണ് നമ്മുടെ അമിതമായ ചിന്തകൾ.
പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, റിസൾട്ടിനെ കുറിച്ചായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പഠിക്കാനുള്ള വിലപ്പെട്ട സമയമാണ് പാഴായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തകൾക്ക് കടിഞ്ഞാണിടേണ്ടതും ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. പലപ്പോഴും ചിന്തകൾ നമ്മളെ പഠനത്തിൽ നിന്ന് തടസ്സപ്പെടുത്താറുണ്ട്. എനിക്ക് പറ്റില്ല, ഇത് ഭയങ്കര കഠിനമാണ്, ഇറ്റ് ഈസ് ടു ഹാർഡ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്യുന്ന കുട്ടികൾ ഒട്ടനവധി പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര വീക്കാണ്, എനിക്കിത് സാധിക്കില്ല, അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഈ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ കൊള്ളില്ലാത്തവരും ഒക്കെ ആക്കി മാറ്റുന്നത്. മറിച്ച് എത്ര കൊള്ളില്ലാത്തവരാണെങ്കിലും എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും അമൂല്യമായിട്ട് ഉണ്ടാവേണ്ട ഒന്ന് ഏകാഗ്രതയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാനുള്ള ആഗ്രഹമാണ്, പഠിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഉണ്ടാവണം. ആ വാല്യൂസിൽ കേന്ദ്രീകരിക്കാൻ ഈ ഒരു സമയം നമുക്ക് പറ്റുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പഠനത്തിനുപരിയായിട്ട് നമുക്ക് പല താല്പര്യങ്ങളുണ്ടാകാം. എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, കളികളായിരിക്കാം. അവയിലൊന്നുമല്ല ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ് ഉണ്ടായിരിക്കും. ഈ മൂവീസ് കണ്ടിട്ട് പഠിക്കാം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് പഠിച്ചതിന് ശേഷം ഞാനത് കാണാം എന്ന് വിചാരിച്ചാൽ നമുക്ക് പഠനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പരീക്ഷയെക്കുറിച്ചുള്ള ആധി കൂടിക്കഴിയുമ്പോൾ പലരും മുറിയടച്ചിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും മുറിയടച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചും ഫലപ്രദമാവണമെന്നില്ല. പഠിക്കാൻ നമുക്ക് ഒട്ടനേകം സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാം, നമുക്ക് മെൻറ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം, നമ്മുടെ അധ്യാപകരോട് ചോദിച്ച് സംശയ നിവാരണം നടത്തി പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതുപോലെ ഒട്ടനവധി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും കടമയാണ്. സ്ട്രെസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒന്നാമതായിട്ട് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. എനിക്ക് പറ്റും, എനിക്ക് സാധിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്താണ് പഠിക്കുന്നത്, എത്ര സമയം ആ ഒരു വിഷയം പഠിക്കണം, ഒരു പോർഷൻ കവർ ചെയ്യാൻ നമുക്ക് എത്ര സമയം ആവശ്യമാണ്, ഇങ്ങനെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് നമുക്കുണ്ടാവണം. ആ പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് ഓർഗനൈസ്ഡ് ആവാനും നമുക്ക് സാധിക്കും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഏതാണ്, അതിന് എത്ര സമയം അലോട്ട് ചെയ്യണം, ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ഏതാണ്, അതിന് എത്ര സമയം അലോട്ട് ചെയ്യണം, ഇങ്ങനെ ചിന്തിച്ചു വേണം നമ്മൾ ഓരോന്നിനും ഓരോ സമയം ക്രമീകരിക്കാനായിട്ട്. പലരെ സംബന്ധിച്ചും പഠിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വായിക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് പഠനത്തിന് എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. ലക്ഷ്യബോധത്തോടെയുള്ള പഠനം മാത്രമേ നമ്മളെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയുള്ളൂ. പ്ലാനിംഗ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സമയത്തും പഠിക്കേണ്ടത് എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പഠനത്തിൽ അവനവൻ്റേതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. ചിലരെ സംബന്ധിച്ച് അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെ ഷെഡ്യൂളുകൾ നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഓരോ ദിവസവും പഠിക്കുന്നതിന് കൃത്യമായ ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കണം. അതായത് ഓരോ ഡെയിലി ഗോൾസ് നമുക്കുണ്ടാവണം. ഡെയിലി ഗോൾസ് ഉണ്ടാവുമ്പോൾ ഓരോ ദിവസത്തെയും ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു വീക്ക്ലി ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ വീക്ക്ലി ഗോളുകൾ കൂടി ചേരുമ്പം നമുക്കൊരു മന്ത്ലി ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ പരീക്ഷയ്ക്ക് നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ എങ്കിൽ ആ ഡെയിലി ഗോൾസ് ആയിരിക്കണം നമ്മളെ അതിലേക്ക് ലീഡ് ചെയ്യേണ്ടത്. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പലരുടെയും പ്രശ്നമാണ്. കാരണം പഠിക്കുമ്പോൾ നമുക്ക് മറ്റ് പല ചിന്തകളും വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൈൻഡ്ഫുൾ ലേണിംഗ് അത്യാവശ്യമാണ്. മൈൻഡ്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം.
നമ്മൾ വെള്ളം കുടിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു, പടപട കുടിച്ചു തീർക്കാം. ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തേത്, വെള്ളം എടുക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ കപ്പ് നമ്മുടെ ചുണ്ടോട് അടുപ്പിക്കുന്നു. അതിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ ഫീൽ ചെയ്യുന്നു. കുടിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ അത് വെള്ളം കുടിച്ച് ഇറക്കുന്നത് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു ചേഞ്ചസ് പോലും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിനെ മൈൻഡ്ഫുൾ ഡ്രിങ്കിങ് എന്ന് നമുക്ക് പറയാം. ഇതേപോലെ നമ്മൾ പഠിക്കുന്നത്, നമ്മളൊരു പുസ്തകം എടുക്കുന്നു, ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ ബൈഹാർട്ടായിട്ട് പഠിക്കുന്നു എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡല്ല. അതേസമയം ഓരോന്നും വായിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്ന് ചിന്തിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു മൈൻഡ്ഫുൾ ലേണിംഗ് ആണ്. ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾ ലേണിംഗ് നമ്മുടെ പിരിമുറുക്കത്തെ അയവ് വരുത്തുന്നതാണ്. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന മറ്റൊന്നാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ പഠനത്തിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളത്. മറ്റു പല കാര്യങ്ങളിലും നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, പഠനത്തിൽ അത്ര കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എനിക്ക് ഇത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥിരോത്സാഹവും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനോട് കമ്മിറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, പഠിക്കുക എന്നുള്ളതിലേക്ക് നമ്മുടെ ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റോടുകൂടി പഠിക്കുകയും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. എന്തിന് ഞാൻ പഠിക്കുന്നു എന്നുള്ളത് പലരെ സംബന്ധിച്ചും പല കാരണങ്ങൾ കൊണ്ടാണ്. എൻ്റെ ആഗ്രഹം കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ്. വേറെ ചിലരെ സംബന്ധിച്ച് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. പുറത്തുനിന്ന് ഒത്തിരി പേരുണ്ട്, മാതാപിതാക്കളായിരിക്കാം, അധ്യാപകരായിരിക്കാം, ഇങ്ങനെയുള്ളവരൊക്കെ പറയും നിനക്കിത് പറ്റും, നിന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വന്നേക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന് അത്യാവശ്യമാണ്. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തു, ഇപ്പോൾ പഠിക്കാൻ എത്തിയത് എങ്കിൽ പോലും ഇനി ആ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നാക്കിയെടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കിത് നേടണം, എനിക്കിത് പറ്റും എന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓക്കെ എനിക്ക് പറ്റും, എനിക്കതിനു വേണ്ടിയിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാം. കുട്ടികളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള പരീക്ഷകൾ, മോഡൽ എക്സാംസ്, ഇതൊക്കെ സ്ട്രെസ്ഫുൾ ആകാറുണ്ട്. പക്ഷേ ഈ പരീക്ഷകളൊക്കെ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ചവിട്ടുപടികൾ തന്നെയാണ്. ഇപ്പം നമുക്ക് ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിന് പോകണം എന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പോയി പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അതിന് പല കടമ്പകളും മുമ്പേ ഉണ്ട്. ഇന്ന മത്സരങ്ങൾ വിജയിച്ചു വരുന്നവർ, അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് ഫൈനലി ഒളിമ്പിക്സിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഫൈനൽ ഗോൾ ഉണ്ട് എങ്കിൽ ആ ഗോളിലേക്ക് എത്തിച്ചേരുവാനുള്ള ചവിട്ടുപടികളാണ് നമ്മുടെ ഓരോ എക്സാംസും, പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോഡൽ എക്സാംസ്. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ച് ആ ഫിനിഷിംഗ് പോയിന്റ് മാത്രമാണ് അവരുടെ കൺമുമ്പിലുള്ളത്. അതിനിടയിലുള്ളതൊന്നും അവർ കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെടിയൊച്ച കേട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഫിനിഷിംഗ് പോയിന്റ് മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. എൻ്റെ മുമ്പിലുള്ള കൂട്ടുകാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ഫൈനൽ എക്സാം മാത്രമായിരിക്കണം ഇനി നമ്മുടെ മുമ്പിലുള്ള ഏക ലക്ഷ്യം. അതിനു മുമ്പ് പല എക്സാംസ് ഉണ്ടാവും. ചിലപ്പം മാർക്ക് നല്ലതുണ്ടാവാം, ചിലപ്പോൾ മാർക്ക് മോശമാവാം. കാരണം നമ്മൾ ഒരു ദിവസം എഴുതുന്ന പരീക്ഷ പല കാര്യങ്ങളെ സ്വാധീനിച്ചാണ് അതിൻ്റെ ഫലം ഇരിക്കുന്നത്. ചിലപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. നമ്മുടെ ഹെൽത്ത് വീക്കാണെങ്കിൽ നമുക്ക് പരീക്ഷ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റാതിരിക്കാം. അതൊന്നും പഠിക്കാഞ്ഞിട്ടായിരിക്കണം എന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പരീക്ഷകൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെയും പോകാം. അതുകൊണ്ട് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഒരു റിസൾട്ട് കിട്ടി, അത് കഴിയുമ്പോൾ അടുത്ത മോഡൽ എക്സാം വരെ ആ റിസൾട്ടിനെ പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും മോശമായി പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥി ആദ്യത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, അതിൽ വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ട്
അതിൻ്റെ പ്രയത്നമോ അല്ലെങ്കിൽ പരിശീലനമോ ഒന്നും അവരവസാനിപ്പിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ആ കഴിഞ്ഞ മത്സരം അവിടെ കഴിഞ്ഞുപോയി. അടുത്ത മൊമെൻ്റ് മുതൽ അവർ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ കൂട്ടുകാരൊക്കെയും ചെയ്യേണ്ടത്. ഒരു മോഡൽ എക്സാം കഴിഞ്ഞു, ആ കഴിഞ്ഞതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഇനി നമ്മൾ ബോധർ ചെയ്യേണ്ട. അതെന്തുമായിക്കോട്ടെ, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത മൊമെൻ്റ് മുതൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എങ്കിൽ മാത്രമേ അടുത്ത ഒരു എക്സാമിലേക്ക് നമുക്ക് നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനോ ഒക്കെ പറ്റുകയുള്ളൂ. കുട്ടിക്കാലത്ത് വളരെയധികം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് ആമയുടെയും മുയലിൻ്റെയും ഓട്ട മത്സരത്തിൻ്റെ കഥ. ഈ ഓട്ട മത്സരത്തിൽ മുയൽ പരാജയപ്പെടുകയും ആമ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആമയെ സംബന്ധിച്ച് ആമ സ്ഥിരോത്സാഹത്തോടെ കഠിനമായ പരിശ്രമം ചെയ്തിട്ടുണ്ട്. മുയലിനെ സംബന്ധിച്ച് മുയൽ മറ്റ് ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ പോയി. മുയലിന് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. പക്ഷേ മുയൽ ഇടയിൽ ചില ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ മുയൽ പോയി. ഉറക്കം തൂങ്ങിയിരുന്ന് മുയൽ പരാജയത്തിലേക്ക് പോയി. പക്ഷേ ആമ ഒരിക്കലും ഒരു വിശ്രമിക്കാനായിട്ട് സമയം കണ്ടെത്തിയില്ല. മറിച്ച് ആമയുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ആമ തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ കമ്മിറ്റഡായിട്ട്, വളരെ പാഷനേറ്റായിട്ട്, വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ എന്നെ ശ്രവിക്കുന്ന കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി പാഷനേറ്റായിട്ട് നമ്മുടെ ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമം, വിശ്രമങ്ങളോ മറ്റ് ഡിസ്ട്രാക്ഷൻസിനോ ഒന്നും പുറകെ പോകാതെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫിനിഷിംഗ് പോയിന്റ് മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നേറുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടേതായിരിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.